നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. മെയ് 21 ഡേറ്റ്. നമുക്കറിയാം 4ാം വാർഷികമല്ല, 9ാം വാർഷികമാണ്. 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം 4 വർഷങ്ങൾ കൂടി കിട്ടി. അങ്ങനെ 9 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ലെജൻഡാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ലെജൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി വരാൻ പോവുകയാണ്. ഇതെടുക്കുന്നത് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വകയാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡൻ്റ് ഒരു ഹണിയാണ്. ഹണി റോസ് അല്ല കേട്ടോ, നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഹണി റോസാണ് തെറ്റിദ്ധരിച്ച് പലരും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഹണി റോസ് പിണറായി വിജയനെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കുകയോ, എന്നാൽ ആ ഹണിയല്ല, ഇത് വേറെ ഹണിയാണ്. തേൻ നന്നായിട്ട് കൊടുക്കുന്ന ഒരാൾക്ക്, തേൻ എന്ന് പറഞ്ഞാൽ മധുരമാണ്, ആ മധുരം നന്നായി നുകരാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുള്ള പലരുമുണ്ട് പിണറായിക്ക്. അങ്ങനെ ഒരാളാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ്. വീണ ജോർജ് ഒരു പത്രപ്രവർത്തകയായി വന്ന് പിണറായി വിജയന് നാം മുന്നോട്ടെന്നുള്ള പരിപാടിയിലൂടെ അങ്ങനെ മധുരം കൊടുത്ത് പ്രകീർത്തിച്ച് പൊക്കി തനിക്ക് സുഖം മാക്സിമം നൽകി. പ്രകീർത്തിക്കുമ്പോൾ സുഖം നൽകും. അങ്ങനെ പിണറായി വിജയൻ സുഖം കൊണ്ട് പൊളഞ്ഞ് വലിയ ഈ കപ്പിത്താൻ, ഈ ആടിയൊലയുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ ആരാണെന്ന് പറഞ്ഞാൽ പിണറായിയാണ്. പിണറായി ഉള്ളപ്പോൾ ഈ കപ്പൽ ഉലയുകയില്ല എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് വീണ ജോർജ്. വീണ ജോർജ് അങ്ങനെ മന്ത്രിയായി. പിണറായി വിജയനെ വാനോളം സ്തുതി പാടിയാൽ, കുഴലൂത്ത് നടത്തിയാൽ പിണറായി വിജയൻ അപ്പോൾ തന്നെ എന്തു ചെയ്യും? കടാക്ഷിക്കും. അങ്ങനെ മന്ത്രിയായി ശൈലജ ടീച്ചറെ വെട്ടി വീഴ്ത്തി. അത്രയും കഴിവുള്ള കഥാപാത്രമാണ് നമ്മുടെ വീണ ജോർജ്. വീണ ജോർജിനെ വേറൊരു കഥാപാത്രം വരുന്നുണ്ട്, ദിവ്യ എസ് അയ്യർ. ഒരു IAS ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വഹിക്കുമ്പോൾ തന്നെ പിണറായി വിജയനെക്കുറിച്ച് പ്രകീർത്തിച്ച് പോവുകയാണ്. അവരും കുടയിലൊത്ത് നടത്തുകയാണ്. എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന പിണറായി വിജയനെ പ്രകീർത്തിച്ചാൽ പലതും നേടാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹണി വന്നിരിക്കുകയാണ്. ഹണി എന്ന് പറഞ്ഞാൽ പെണ്ണല്ല, ആണാണ് കേട്ടോ. നമ്മൾ തെറ്റിയായിരിക്കും ഹണി റോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഹണി റോസ് എന്ന് പറയുന്ന എംപ്ലോയീസ് അസോസിയേഷൻ്റെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഹണി. ആ ഹണി ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നുണ്ട്, ലെജൻഡ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ലെജൻഡ്? കേരളം കണ്ടിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നിലനിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ജന്മം കൊടുത്തുള്ള പിണറായിയിലെ പാറപ്പുറത്തും തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടുള്ളതാണ് പിണറായി സഖാവിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററി വഴി കാർൽ മാർക്സുമല്ല, ലെനിനുമല്ല, നമ്മുടെ ഫിഡൽ കാസ്ട്രോയുമല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ, സോവിയറ്റ് യൂണിയനിലെ പരിഷ്കാരം കൊണ്ടുവന്ന ഗോർബച്ചേവിനെ പോലും കടത്തിവിട്ടുന്ന മഹാനേതാവാണ് പിണറായി എന്ന് ഇതിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് സത്യമാണ്. ഗോർബച്ചേവാണല്ലോ സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കിയിട്ടുള്ളത്. ലെനിൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തകർക്കാൻ ഗോർബച്ചേവ് സഹായമായി. പിന്നീടോ നമ്മുടെ മാവോ സിംഗ് തുമുങ്ങും അടക്കമുള്ള ചൈനീസ് നിരയും, വിയറ്റ്നാമിലെയും അതേപോലെ വടക്കൻ കൊറിയയിലുള്ള നേതാക്കന്മാരൊക്കെ പിണറായിൻ്റെ മുന്നിൽ ആരാണ്? ഒന്നുമല്ല. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്. അങ്ങനെ കേരളത്തിലെ പട്ടിണി പാവങ്ങളെ വെള്ളത്തിലിട്ട് കൊല്ലുന്ന, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് മുക്കിക്കൊല്ലുന്ന ആളാണ് പിണറായി വിജയൻ എന്നല്ല പറയുന്നത്. പ്രളയമുണ്ടായപ്പോൾ അതിനെ മുതലെടുത്ത്, അതേപോലെ കോവിഡ് വന്നപ്പോൾ അതിനെ മുതലെടുത്ത് അതിൽ കൂടെ വളർന്നു വന്ന മഹാനായ നേതാവ്. ഇതൊന്നും അല്ല ശരിക്കുള്ള നേതാവ് എന്ന് പറയേണ്ടത്. ആരാണ് പിണറായി വിജയൻ? ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. ഐസ്ക്രീം പാർലർ കൊണ്ടുവന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. കൈരളി ചാനൽ കൊണ്ടുവന്ന നേതാവ് എന്ന് പറയുന്നത് ശരിയാണ്. അന്നാണ് പിണറായി വിജയൻ പഠിച്ചത് എങ്ങനെ പണമുണ്ടാക്കാൻ നേതാക്കന്മാരെ കൊണ്ട് എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിലെ നേതാവിനെ, ഐസ്ക്രീം പാർലറിലെ പ്രതിയായി വരേണ്ട നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടികൾ വാങ്ങുക മാത്രമല്ല, P ശശിയോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പഠിച്ചു. അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി വഴി പ്രമുഖരായ പ്രവാസി മലയാളികളെ കയ്യിലാക്കാൻ പറ്റിയ സന്ദർഭം
ഐസ്ക്രീം പാർലർ വെച്ച് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ നേതാക്കന്മാരായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ടായി. യൂസഫ് അലി തുടങ്ങി, മുഹമ്മദ് അലി തുടങ്ങി, അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട പ്രമുഖരായ നേതാക്കന്മാരെയെല്ലാം ലീഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നേതാക്കന്മാരെയൊക്കെ CPM-നോട് ബന്ധപ്പെട്ട് CPM-ൻ്റെ നങ്കൂരത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡേഴ്സായി. അങ്ങനെ കൈരളി ചാനൽ വഴി പിണറായി വിജയൻ ഒരു കാര്യം പഠിച്ചു. കേരളം മാത്രമല്ല, വിദേശത്ത് വലിയ 5 സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങളുമുണ്ട്. അതിലൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടി സെക്രട്ടറി ആയതോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ പഠിച്ചത്. അങ്ങനെ പിണറായി വിജയൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി. പാർട്ടിയെ വെച്ച് കച്ചവടം ചെയ്തു. അങ്ങനെ ലാവ്ലിൻ കേസ് കച്ചവടം ചെയ്തു. ആ ലാവ്ലിൻ കേസിലെ ഒരു വെല്ലുവിളിയാണ് ഞാൻ ഉയർത്തുന്നത്. 1996 കേരളത്തിൽ E.K. നായനാർ മന്ത്രിസഭ വന്നത്. ആ E.K. നായനാർ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷനിൽ പിണറായി വിജയന് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് 2 കോടി രൂപ, ഞാൻ വെല്ലുവിളിക്കാണ്, കൊടുത്തതിൻ്റെ രേഖ അടക്കം എൻ്റെ അടുത്തുണ്ട്. 2 കോടി രൂപ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന SNC ലാവ്ലിൻ കമ്പനിയുടെ കേരളത്തിലെ ഒരു പ്രതിനിധി ബിസിനസ്സുകാരനായ SNC ലാവ്ലിൻ്റെ ഇടനിലക്കാരനായ പസഫിക് കൺട്രോൾസിൻ്റെ ഉടമയായ ദിലീപ് രാഹുലൻ കണ്ണൂരിലെത്തിക്കുന്നു. അങ്ങനെ പിണറായി വിജയനെ വീഴ്ത്തുന്നു. അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയാകുന്നു. ചെങ്കളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണം, പുനരുദ്ധാരണം തുടങ്ങിയ പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ്റെ കാലത്ത് വേസ്റ്റായി കിടന്ന ഒരു MOU എടുത്ത് നേരെ കാനഡയിൽ പോകുന്നു. SNC ലാവലിൻ്റെ ഓഫീസിൽ പോകുന്നു. ഈ യാതൊരു വിലയുമില്ലാത്ത ഒരു കരാർ MOU എടുത്ത് എന്ത് ചെയ്തു? അത് കരാറാക്കി. വെറും 21 കോടി രൂപയ്ക്ക് MOU മാത്രമുണ്ടായിരുന്ന, കൺസൾട്ടൻസി കരാർ ധാരണ മാത്രം ഉണ്ടായിരുന്ന, ഒരു പൈസ ഇടപാട് പോലും ഇല്ലാത്ത, വേസ്റ്റായിരുന്ന, ആരുടെ അംഗീകാരമില്ലാത്ത, കേരള ഗവൺമെൻറ്റിൻ്റെയോ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ ആരുടെ അംഗീകാരമില്ലാത്ത ഒരു പേപ്പർ എടുത്ത് അത് പിണറായി വിജയൻ അത് കരാറാക്കി മാറ്റി. അങ്ങനെ ആഗോള ടെൻഡർ വിളിക്കാതെ, കേരള ഗവൺമെൻറ് അംഗീകാരമില്ലാതെ, കേന്ദ്ര പവർ അതോറിറ്റീൻ്റെ അംഗീകാരമില്ലാതെ, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ, കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ, പിണറായി വിജയൻ്റെ മാത്രം അംഗീകാരത്തോടുകൂടി അത് 278 കോടി രൂപയ്ക്ക് എഗ്രിമെൻ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ 98.3 കോടി രൂപ കേരളത്തിലേക്ക് ക്യാൻസർ രോഗികൾക്ക്, മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് എന്ന പേരിൽ, മലബാർ ക്യാൻസറിൻ്റെ പേരിലും ഒരു കരാറുണ്ടാക്കി. ഈ പണത്തിൽ 278 കോടി രൂപ എന്ന് പറയുമ്പോൾ ഈ ബാലാനന്ദ 100 കോടി രൂപയ്ക്കാണ് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം ഇങ്ങനെയൊരു ഈ പറയുന്ന ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞത്. 100 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ സംഭവം 278 കോടി രൂപയ്ക്ക് കൊടുത്തപ്പോൾ 178 കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമുണ്ടായത്. അത് കിക്ക് ബാക്കാണ്. അതെവിടേക്കാണ് പോയത്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിലേക്കാണ് എൻ്റെ കിക്ക് ബാക്ക് റിട്ടേൺ വന്നത്. പിന്നെയോ MCCയുടെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപ കനാഡിയൻ ഗവൺമെൻറ് കൊടുക്കേണ്ട SNC ലാവലിൻ വഴി വന്ന പൈസ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലേക്ക് 75 കോടി രൂപ പോയത്. അങ്ങനെ മഹാനായി തീർന്നു പിണറായി വിജയൻ. വിദ്യുച്ഛക്തി ഈ കരാറിലൂടെ കോടികൾ തട്ടിയെടുത്തതോടെ പിണറായി വിജയൻ മഹാനായി. പാർട്ടിക്ക് 8 കോടി രൂപ കൊടുത്ത് അത് പാർട്ടിക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ശീതളീകരിച്ച ഫ്ലാറ്റുകൾ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിന് മുന്നിൽ ഉണ്ടാക്കി കൊടുത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ മൂലക്കിരുത്തി പാർട്ടി പിണറായി വിജയൻ്റെ വഴിയിലായി. പിണറായി വിജയൻ പറയുന്നത് മാത്രം കേൾക്കേണ്ട ഗതിയിലായി. അന്നു മുതൽ പാർട്ടി പിണറായി വിജയൻ്റെ കൈവശമാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നെ എന്തെല്ലാം ലെജൻഡുകളായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇത് ലെജൻഡല്ലേ? ഒരു ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ പിണറായി വിജയൻ ചെയ്തത്? ആ ലാവ്ലിൻ കേസ് പിന്നെ അട്ടിമറിച്ചു. അത് ജഡ്ജിമാർക്ക് പണം കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞതാരാ? MK ദാമോദരനാണ്. തിരുവനന്തപുരത്തെ ജഡ്ജ് R രഘുവിന് 5 കോടിയും ഉബൈദ് ജഡ്ജിന്, ഹൈക്കോടതിയിലെ ഉബൈദ് ജഡ്ജിന് 25 കോടിയും കൊടുത്തു എന്ന് പറഞ്ഞത് എന്നോട് ആരാ പറഞ്ഞത്? എന്നോട് MK ദാമോദരനാണ്. അങ്ങനെ പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ 8 വർഷം നീട്ടിച്ചു കൊണ്ടുപോകാനും ഏകദേശം 72 തവണ മാറ്റിവെപ്പിക്കാനും കഴിവുള്ള നേതാവിനെ ലെജൻഡ് അല്ലാതെ വേറെന്താണ് പറയുക? ലെജൻഡാണ്. കക്കാൻ പഠിക്കാൻ മാത്രമല്ല നിൽക്കാനും പഠിക്കുന്ന നേതാവാണെന്ന് പഠിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെ ലെജൻഡാണ്. ആ ലെജൻഡായ നേതാവാണ് പിണറായി വിജയൻ. മാഫിയ തലവനാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയിലാണ്. ജസ്റ്റിസ് സുകുമാരനായിട്ടുള്ള കേസിൽ ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് കേസ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ മാഫിയ തലവനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്ത ഒരാളാണ്. സ്വർണ്ണക്കളക്കടത്ത്, അന്താരാഷ്ട്ര ലെവലിലുള്ള സ്വർണ്ണക്കളക്കടത്താണ്. അദ്ദേഹത്തിനെതിരെയുള്ള കൃത്യമായ മൊഴികളുണ്ടായിട്ടും 29 തവണ സ്വർണം നയതന്ത്ര ബാഗേജിലൂടെയും ബിരിയാണി ചെമ്പിലൂടെയും കടത്തിയിട്ടും അദ്ദേഹത്തെ തൊടാതിരിക്കാൻ മാത്രം ശക്തനായ ആളാകുമ്പോൾ, കേന്ദ്ര ഗവൺമെൻറ്റിനേക്ക് കയ്യിലിട്ട് അമ്മാനമാടുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ട് ഇതേ തൊടാതിരിക്കുന്നത് അദ്ദേഹം ലെജൻഡ് ആയതുകൊണ്ടല്ലേ? അതായത് അദ്ദേഹം കക്കാൻ പഠിക്കാൻ മാത്രമല്ല കൃത്യമായി നിൽക്കാനും പഠിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഡോളർ കടത്തി, ഇവിടുന്ന് ഡോളർ അങ്ങോട്ട് കടത്തി നയതന്ത്ര ബാഗേജിലൂടെ. എന്തിന്? കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇന്ന് വരെ അദ്ദേഹത്തെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം അദ്ദേഹം ലെജൻഡ് അല്ലേ? ലൈഫ് മിഷൻ തട്ടിപ്പിലും അദ്ദേഹത്തെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? കരുവന്നൂർ ബാങ്കിൽ അദ്ദേഹത്തെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? ഇതെല്ലാം ലെജൻഡാണ് പിണറായി വിജയൻ. അതാണ് ഹണി പറഞ്ഞിട്ടുള്ളത്, ലെജൻഡാണ്. ആ ലെജൻഡായ ആളെ പ്രകീർത്തിക്കുമ്പോൾ, കൊടയലൂത്ത് നടത്തുമ്പോൾ ഹണിക്കും കിട്ടും അടുത്ത MLA സീറ്റ്, ഹണിക്കും കിട്ടും അടുത്ത തവണ മന്ത്രിസ്ഥാനം. അതാണ് കാൽക്കുലേഷൻ. എന്നാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആരാണ് മക്കളെ? പിണറായി വിജയൻ മറ്റാരുമല്ല, ഒരു ലെജൻഡുമല്ല, മെത്തുമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല, ഒരു പിണ്ണാക്കുമല്ല എന്നുള്ളതാണ് സത്യം. അതല്ലേ സത്യം? ആ സത്യത്തെയാണ് നമ്മൾ ഇങ്ങനെ വ്യഭിചരിക്കുന്നത്. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ മാഫിയ തലവനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ ഇപ്പോൾ 6.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് കടം. മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്നു കേരളത്തെ. 88,000 കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് പിരിയുമ്പോൾ 2016. ഇന്ന് 6.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് കടം. ആ കടമെടുക്കുന്നതിൻ്റെ ഒരു ഓഹരി കമ്മീഷൻ പിണറായി വിജയനുള്ളതാണ്, കിക്ക് ബാക്കായി പോകും. 25,000 കോടി രൂപയാണ് വിദേശത്ത് പിണറായി വിജയനുള്ളത് 2 വർഷം മുമ്പ്. ഇപ്പോൾ എത്രയുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിണറായി വിജയൻ ഒരു മണ്ണാങ്കട്ടിയുമല്ല, ഒരു പിണ്ണാക്കുമല്ല, ഒരു അജന്റുമല്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.